ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമിഴ് ടെക് യൂട്യൂബ് ചാനൽ എന്നൊരു ചാനൽ അടുത്തിടെ യൂട്യൂബ് ബാൻ ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ചാനൽ ബാൻ ചെയ്തത് എന്ന് നോക്കാം. നല്ല ഫേമസ് ആയ അതുപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉള്ള ഒരു ചാനലായിരുന്നു ഇത്. അതുപോലെ അവരുടെ ചാനൽ ബാൻ ചെയ്തത് പ്രത്യേക മുന്നറിയിപ്പൊന്നും നൽകാതെയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സാധാരണ യൂട്യൂബിൽ നിന്നും നമുക്കൊരു വാർണിംഗ് ലഭിക്കും. ഇത്തരത്തിൽ വാർണിംഗ് ലഭിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ, അതായത് 1, 2, 3 ഇത്തരത്തിൽ സ്ട്രൈക്ക് എല്ലാം വന്ന് അതിനുശേഷമെല്ലാമാണ് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് അല്ലെങ്കിൽ ബാൻ ചെയ്യുകയെല്ലാം ചെയ്യുക. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കേസിൽ പ്രത്യേക മുന്നറിയിപ്പൊന്നുമില്ലാതെ പെട്ടെന്ന് ചാനൽ ബാൻ ചെയ്യുകയാണ് ഉണ്ടായത്. അതായത് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്നും വാർണിംഗ് ഒന്നും നൽകിയിരുന്നില്ല. ഇവരുടെ ചാനലിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ ചെയ്ത ഒരു ഷോർട്സ് വീഡിയോയിൽ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചെല്ലാം ഇവർ വീഡിയോ ഉൾപ്പെടുത്തിയിരുന്നു. അതായത് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ഇവർ ചെയ്തിരുന്നത്. എന്നാൽ ഇത് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിന് എതിരാണ് എന്ന് ഇവർക്കറിയില്ലായിരുന്നു. ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള സിവിയറായ മിസ്റ്റേക്ക് എല്ലാം ക്രിയേറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും യൂട്യൂബ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവർ പ്രത്യേക വാർണിംഗ് മെസ്സേജ് ഒന്നും നൽകാതെ തന്നെ ചാനൽ ബാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാം സംഭവിച്ചതിന് ശേഷം അവർ യൂട്യൂബ് ടീമുമായി കോൺടാക്ട് ചെയ്യുകയും അവരുടെ മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അവരുടെ ചാനൽ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾ ഒരു ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് ഒന്നും നിങ്ങളുടെ ചാനലിൽ ചെയ്യാതിരിക്കുക. യൂട്യൂബ് പോളിസി ഗൈഡ് ലൈൻ എല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്യാൻ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്